ഒരു കാര്യം ചോദിക്കട്ടെ, വൈകുന്നേരം പുറത്തുപോകാൻ പ്ലാനിട്ടിട്ട് അവസാന നിമിഷം ആ പ്ലാൻ ക്യാൻസലായി എന്ന് കേൾക്കുമ്പോൾ സങ്കടത്തിന് പകരം ഒരു വല്ലാത്ത സന്തോഷം നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എങ്കിൽ വെൽക്കം ടു ദ ക്ലബ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. സത്യം പറയട്ടെ, നമ്മളെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? പ്ലാൻ ചെയ്ത ഒരു യാത്രയോ മീറ്റിംഗോ അവസാന നിമിഷം ക്യാൻസലാവുക എന്നത്. സാരമില്ലടാ, നമുക്ക് പിന്നെ കാണാം എന്ന് ഫോണിൽ സങ്കടത്തോട് പറയുമ്പോഴും ഉള്ളിൽ നമ്മൾ തുള്ളിച്ചാടുന്നുണ്ടാവും. ലോട്ടറി അടിച്ച സുഖം. പലരും വിചാരിക്കും വീട്ടിലിരിക്കുന്നവർക്ക് സുഹൃത്തുക്കളില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് മടിയായതുകൊണ്ടോ ആണെന്ന്. എന്നാൽ സത്യമതല്ല. ഈ പുറത്തെ ബഹളങ്ങളെക്കാൾ എത്രയോ മനോഹരമാണ് നമ്മുടെ ഈ 4 ചുവരുകൾക്കുള്ളിലെ ലോകം എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ സമാധാനത്തെക്കുറിച്ചാണ്. നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. എവിടെയെങ്കിലും പോണം, ആരെയെങ്കിലും കാണണം, ഫോട്ടോ എടുക്കണം, സ്റ്റാറ്റസ് ഇടണം. ഇതിനിടയിൽ ഞാൻ വീട്ടിലിരിക്കാൻ പോവാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പലരും ചോദിക്കും, നിനക്കെന്താ വട്ടാണോ? സത്യത്തിൽ വീട്ടിലിരിക്കുക എന്നുവെച്ചാൽ വെറുതെ ഇരിക്കുക എന്നല്ല അർത്ഥം. അതൊരു ഇമോഷനാണ്. തന്റെ പ്രിയപ്പെട്ട കട്ടിൽ, ഇഷ്ടമുള്ള പുസ്തകം, പകുതിക്ക് വെച്ച് നിർത്തിയ സീരീസ്, പിന്നെ ഒരു കപ്പ് ചായ. ഇതിൽ കിട്ടുന്ന ഒരു ലഹരിയുണ്ടല്ലോ, അത് വേറെ എവിടെ പോയാലും കിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇതിനെ ഹോംബോഡി എന്ന് വിളിക്കും. അല്പം മോഡേണായി പറഞ്ഞാൽ ഇൻട്രോവേർട്ട് വൈബ്സ് എന്നും പറയാം. പുറത്ത് മഴ പെയ്യുമ്പോൾ വിൻഡോയുടെ സൈഡിലിരുന്ന് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുന്ന സുഖം, അതറിയുന്നവർക്ക് പുറത്തെ തിരക്കുകളിലേക്ക് പോകാൻ തോന്നില്ല. നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ സമയം കിട്ടുന്ന ഇടമാണ് വീട്. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ചിരിക്കേണ്ടതില്ല, ഡ്രസ്സപ്പ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ഏറ്റവും കംഫർട്ടബിളായ വേഷത്തിൽ ഏറ്റവും ഫ്രീയായി ഇരിക്കാൻ പറ്റുന്ന ഒരേയൊരു സ്ഥലം. വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ പലപ്പോഴും ക്രിയേറ്റീവായ ആളുകളായിരിക്കും. നമ്മൾ തനിച്ചായിരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവാകുന്നത്. ലോകത്തിലെ പല വലിയ ഐഡിയകളും ഉണ്ടായത് തിരക്കുള്ള പാർട്ടികളിലല്ല, മറിച്ച് ശാന്തമായ മുറികളിലിരുന്നാണ്. ഇതൊരു തമാശയായി തോന്നാം, പക്ഷെ വീട്ടിലിരിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ചെറുതല്ല. ഒന്നാമത്തേത് സമാധാനം. അനാവശ്യമായ ഗോസിപ്പുകളിൽ നിന്നോ ട്രാഫിക് ബ്ലോക്കിൽ നിന്നോ വലിയ ക്രൗഡിൽ നിന്നോ ഉണ്ടാകുന്ന സ്ട്രെസ് നമുക്കില്ല. രണ്ടാമത്തേത് പോക്കറ്റ് കാലിയാവില്ല. പുറത്തിറങ്ങിയാൽ പെട്രോൾ, സിനിമ, ഫുഡ്, പൈസ പോകുന്നത് അറിയില്ല. എന്നാൽ വീട്ടിലാകുമ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുറച്ച് ബിസ്ക്കറ്റുമുണ്ടെങ്കിൽ സംഗതി ഉഷാർ. അതുകൊണ്ടുതന്നെ ഇതൊരു നല്ല സേവിങ്സ് പ്ലാൻ കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സേവിങ്സ് കൂടുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വീട്ടിലിരിക്കാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ നിർബന്ധിക്കും. നീ എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതിയോ, ഒന്ന് പുറത്തിറങ്ങ് എന്ന് അവർ പറയും. അവരോട് പറയാനുള്ളത് ഇതാണ്: എല്ലാവരുടെയും റീചാർജിംഗ് രീതികൾ വ്യത്യസ്തമാണ്. ചിലർക്ക് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ എനർജി കിട്ടും, എന്നാൽ നമുക്ക് എനർജി കിട്ടുന്നത് സമാധാനമായി ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്ലാനുകൾ നോ എന്ന് പറയാൻ മടിക്കേണ്ടതില്ല. നിങ്ങളുടെ സ്പേസ് നിങ്ങളുടെ ചോയ്സാണ്. അതിനേക്കാൾ പ്രധാനം മെന്റൽ പീസാണ്. മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യേണ്ടി വരുന്നില്ല. ആരെയും ബോധിപ്പിക്കാൻ വസ്ത്രം ധരിക്കേണ്ടതില്ല. നമ്മുടെ ഏറ്റവും മോശം കോലത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷമായിരിക്കാം. ഈ ഇന്നർ പീസാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേയുള്ളൂ. വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു കുറവല്ല, അതൊരു സൂപ്പർ പവറാണ്. സ്വന്തം കമ്പനി ആസ്വദിക്കാൻ പഠിച്ചവർക്ക് ലോകത്ത് എവിടെയും സന്തോഷമായിരിക്കാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ കട്ടിലിൽ കിടന്നാണോ? എങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളൊരു ഹോംബോഡിയാണോ അതോ എക്സ്ട്രോവേർട്ട് ആണോ എന്ന് താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത കൂട്ടുകാരന് ഈ വീഡിയോ ഒന്ന് അയച്ചുകൊടുക്കൂ. അവർക്ക് സന്തോഷമാകും. വീണ്ടും കാണാം.